കർത്താവേ, നിന്റെ ദാസനോട് നീ പറഞ്ഞ വചനം ഓർത്തുകൊള്ളുക, അതിൽ നീ എന്നെ പ്രത്യാശിച്ചിരിക്കുന്നു. ബുധനാഴ്ച ഏപ്രിൽ 1202 ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിന്റെ 11 അധ്യായത്തിലെ 13 വാക്യം അനുസരിച്ച് ഞാൻ സുവിശേഷത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ദൂരെ നിന്ന് ഒരു അത്തിവൃക്ഷം ഇലയിൽ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാൻ അവൻ പോയി. അവിടെ എത്തിയപ്പോൾ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല, കാരണം അത് അത്തിപ്പഴങ്ങളുടെ സമയമായിരുന്നില്ല. സുപ്രഭാതം സുഹൃത്തുക്കളെ, അത്തിമരം ഫലം കാണുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചപ്പോൾ അത് നടന്നില്ല. നമുക്ക് ഈ വാക്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഈ പ്രഭാതത്തിന്റെ ധ്യാനത്തിന്റെ വിഷയം കാലാനുസൃതമല്ലാത്ത ഫലങ്ങൾ നൽകുക എന്നതാണ്. യേശു അവസാനമായി ജെറുസലേമിൽ പ്രവേശിച്ചു, കാരണം ഇത് വിജയകരമായ പ്രവേശനം എന്നറിയപ്പെടുന്നു. അവസാനമായി അദ്ദേഹത്തിന്റെ പ്രവേശനം ഒരു സ്വാധീനം ചെലുത്തുക എന്നതായിരുന്നു. സമാധാനം കൊണ്ടുവരികയും നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി മരിക്കുകയും ചെയ്യാനാണ് അദ്ദേഹം ലോകത്തിലേക്ക് വന്നതെന്ന് പറയുക. അങ്ങനെ യേശു യെരൂശലേമിലേക്ക് പോകുമ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. ദൂരെ ഇലകൾ നിറഞ്ഞ ഒരു അത്തിമരം കണ്ടു. പിന്നെ അവൻ ഫലം കൊണ്ടുവരാൻ അവിടെ ചെന്നു. ഫലമൊന്നും കണ്ടില്ല. അവൻ വളരെ കോപിച്ചു. പിന്നെ അവൻ അത്തിമരത്തെ ശപിച്ചു, അത് വീണ്ടും ഫലം കായ്ക്കുകയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അത്തിമരം ഫലം കായ്ക്കുന്ന സമയമായിരുന്നില്ല എന്നതാണ്. എന്നാൽ അത്തിമരത്തിൽ ഇലകൾ നിറഞ്ഞിരിക്കുമ്പോൾ ഇലകൾക്കടിയിൽ ഫലം ഉണ്ടാകും. യേശു ഇലകളെ നോക്കി ചെന്നു ഫലമൊന്നും കണ്ടില്ല. യേശു കാപട്യത്തെ എതിർക്കുന്നു. പുറത്ത് എന്തോ ആണെങ്കിലും അകത്ത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ, അതായത് നമ്മൾ നമ്മളെക്കുറിച്ച് ധാരാളം കാണിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഒന്നും സൂക്ഷിക്കുന്നില്ല. അതിനാൽ ഈ അത്തിമരത്തിന് ഇലകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പഴങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സീസണിൽ നിന്ന് പഴങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. അതിനാൽ ദൈവജനമെന്ന നിലയിൽ നാം നമ്മുടെ ജീവിതത്തിലെ ഇലകൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ നാം ഓർക്കേണ്ടതുണ്ട്, നാം ഫലം കായ്ക്കുകയും തുടർന്ന് ഇലകൾ കാണിക്കുകയും വേണം. നാം കപടവിശ്വാസികളെപ്പോലെയാകേണ്ടതില്ല, പുറത്ത് എന്തോ അകത്ത് എന്തോ. നമ്മൾ പുറത്തായിരിക്കണം, കാരണം നമ്മുടെ ഉള്ളിലുള്ളത് ഏറ്റവും മികച്ചത് പുറത്തു കൊണ്ടുവരണം. അതിനാൽ നമ്മൾ പഴങ്ങൾ കഴിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും വേണം. അതിനാൽ കാലാനുസൃതമായി പോലും നന്നായി ഫലം കായ്ക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇലകൾ പുറത്തെടുത്ത് ലോകത്തോട് പറയട്ടെ, നമ്മൾ പുറത്തുള്ളത് പുറത്തെടുത്തത് പഴമാണ്, കാരണം ദൈവത്തിന് നമ്മുടെ ഉള്ളിലും പുറത്തും കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ഫലം കായ്ക്കാതെ ഇലകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് അത്തിമരത്തിന് തുല്യമായി അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പ്രാർത്ഥന. കൃപയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കാലാനുസൃതമായി പോലും ഫലം കായ്ക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.